കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിന് ചൂടുപിടിപ്പിച്ചത് വിരുന്നു വിവാദമാണ്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ NK പ്രേമചന്ദ്രൻ പങ്കെടുത്തതിനെ CPIM രാഷ്ട്രീയ ആയുധമാക്കി. പിന്നാലെ CPIM പ്രചരണത്തിനെതിരെ NK പ്രേമചന്ദ്രനും പ്രേമചന്ദ്രനെ കവചമൊരുക്കി UDFും രംഗത്തെത്തി. NK പ്രേമചന്ദ്രൻ, M പ്രകാശൻ മാസ്റ്റർ, സന്ദീപ് വാര്യർ, R ചന്ദ്രശേഖർ, ഒപ്പം തന്നെ ഷാഫി ചാലിയം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ NK പ്രേമചന്ദ്രൻ, താങ്കൾ ഈ വിവാദത്തിന് നൽകിയ മറുപടിയിൽ ഇന്ന് പ്രധാനമായും പറയുന്നത് താൻ RSPയിൽ തുടരും എന്നാണ്. അപ്പോൾ അത്രയും ഗ്രാവിറ്റി ഈ വിഷയത്തിനുണ്ടോ? ഒരിക്കലുമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യവും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചപ്പോൾ ഇതേ വാചകം തന്നെയാണ് 2019 ജനുവരി മാസം 17-ാം തീയതി ഞാൻ തന്നെ ലൈവ് ഫേസ്ബുക്ക് പോയി വിശദീകരിക്കേണ്ടതായിട്ടൊന്നും. അത്രത്തോളമുള്ള കടന്നാക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, ഉത്തരവാദപ്പെട്ട എളമരം കരീമിനെ പോലെയുള്ള പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, LDFിൻ്റെ കൺവീനർ, CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ധനമന്ത്രിയുമായിട്ടുള്ള KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ പ്രതികരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി, രാഷ്ട്രീയ നിലപാട് ദൃഢീകരിച്ച് പ്രകടമാക്കാൻ നിർബന്ധിതമായത്. അല്ല, പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതേവരെ നിഷേധിച്ചില്ല എന്ന നിലപാട് സ്വീകരിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞതും സോഷ്യൽ മീഡിയയിലെ ക്യാമ്പയിൻ എന്നാണ്. ഒരു മുന്നണി മാറ്റുന്നതിന് ഒരു കാലതാമസവും ഉണ്ടായില്ല എന്ന ആക്ഷേപം വന്നപ്പോൾ മുന്നണി മാറിയത് ഞാനല്ല, പാർട്ടിയാണ്. RSPയുടെ നയപരവും സംഘടനാപരവുമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, നികേഷിനൊക്കെ നല്ലതുപോലെ അറിയാം, 2014 അത്തരമൊരു മുന്നണി മാറ്റത്തിനിടയായത്. പാർട്ടി ഒന്നാകെ എടുത്ത തീരുമാനത്തോടൊപ്പം നിന്നുകൊണ്ടാണ് മുന്നണി മാറ്റത്തിൻ്റെ ഭാഗമായി ഞാൻ മാറിയത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 1988 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുതൽ ഇതുവരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായി അതേ ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ച് അതിൽ അടിയുറച്ച് നിന്ന് അവസാന ശ്വാസം വരെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയം, അതുപോലെ എൻ്റെ ജീവിതത്തിലും എൻ്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുള്ളത് ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനപക്ഷ രാഷ്ട്രീയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജനപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം വർഗരാഷ്ട്രീയത്തോടൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ പാർലമെൻറ്റ് അംഗമാണെങ്കിലും അല്ലെങ്കിലും പ്രവർത്തിക്കും. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. ആ എന്നെക്കുറിച്ച് CPMൻ്റെ കേന്ദ്ര നേതാക്കൾ പോലും വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വില കുറഞ്ഞ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പ്രതികരിക്കുകയും ദൃഢീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനം വ്യക്തമാണ്. NK പ്രേമചന്ദ്രൻ, നോക്കൂ, താങ്കൾ തന്നെ പറഞ്ഞത് പാർലമെന്റിൽ മികവ് പുലർത്തിയവരെയാണ് ക്ഷണിച്ചത് എന്നാണ്. ഇന്ത്യ മുന്നണിയിൽ നിന്ന് മറ്റാരുമില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാന വിഷയമായി കോൺഗ്രസിനെ നോക്കി CPM ഉയർത്തി കാണിക്കുന്നത്. ഇപ്പോൾ ക്ഷണിച്ചവരെ ആരൊക്കെയാണ്? BJP MP-മാരുണ്ട്, TDP, BJD, BSP. ഈ 3 പാർട്ടികളുടെ പ്രത്യേകത എന്താണ്? ഈ 3 പാർട്ടികളും വേലിപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികളാണ്. അവിടെ എങ്ങനെയാണ് NK പ്രേമചന്ദ്രനും RSPയും എത്തുന്നത്? ഇല്ല, അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാർലമെൻറ്റിൽ കാര്യമായ നിലയിൽ പെർഫോം ചെയ്യുന്നവരാണ് മിക്കവാറും ആ യോഗ അല്ലെങ്കിൽ ആ ഒരു ലഞ്ചിന് അദ്ദേഹം ക്ഷണിച്ചതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതാണ് മാനദണ്ഡം എനിക്കറിയില്ല. പ്രധാനമന്ത്രി വിളിച്ചതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വ്യക്തമാക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ഞാൻ പറഞ്ഞത് പാർലമെൻറ്റിൻ്റെ സമ്മേളനം അവസാനിക്കുന്ന ദിവസം പാർലമെൻറ്റ് മന്ദിരത്തിൽ ക്യാൻറ്റീനിൽ പരസ്യമായി തൊട്ടപ്പുറത്തെ ടേബിളിൽ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഇത്തരത്തിലൊരു പരസ്യമായിട്ട് വെച്ചാണ് ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അടവ് നയം നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ എത്ര ബാലിശമായിട്ടുള്ള ആക്ഷേപമാണ് CPMനെ പോലെയുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി. മാത്രമല്ല, എളമരം കരീം പറഞ്ഞത് നികേഷ് ഒന്ന് പരിശോധിച്ചാൽ അറിയാം. എളമരം കരീം ഞാൻ പാർലമെൻറ്റിൽ BJPക്കെതിരായി അതിശക്തമായി പ്രതികരിക്കേണ്ടുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തു എന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. ഞാൻ സൗഹൃദ വിരുന്നിൽ അദ്ദേഹം വിളിച്ചതനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം പോയി അല്ലെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിച്ചു എന്നേ ഉള്ളൂ.
പാർലമെന്റിൽ BJP അവതരിപ്പിച്ച ധവളപത്രത്തിനെതിരായി അതിശക്തമായി പ്രതിപക്ഷം നിലപാട് സ്വീകരിച്ച് നിശ്ചിതമായ വിമർശനം ഉയർത്തുമ്പോൾ പാർലമെന്റിൽ പങ്കെടുക്കേണ്ടുന്ന, രാജ്യസഭയിൽ പങ്കെടുക്കേണ്ടുന്ന എളമരം കരീം സംഘപരിവാർ സംഘടനയായിട്ടുള്ള BMSന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് കോഴിക്കോട്. ആ BMSന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് കോഴിക്കോട് എനിക്കെതിരായി എളമരം കരീം പരാമർശം. നിങ്ങൾ ആ മാറിയിട്ട് ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഉത്തരവാദിത്വം എന്താ? BJP രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രമേയം കൊണ്ടുവരുന്നു, ധവളപത്രം കൊണ്ടുവരുന്നു. BJP വല്ലാതെ മതേതര ജനാധിപത്യ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയെ കടിച്ചു കീറുമ്പോൾ, പ്രത്യാക്രമിക്കുമ്പോൾ പ്രതിരോധിക്കുകയും പ്രത്യാക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടുന്ന CPMന്റെ പാർലമെന്ററി പാർട്ടി നേതാവ്, രാജ്യസഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് എളമരം കരീം സംഘപരിവാർ സംഘടന, BJP സംഘപരിവാർ സംഘടനയല്ല. സംഘപരിവാർ സംഘടന എന്ന് പറയുന്നത് ബജ്രംഗ് ദളും അതുപോലെ തന്നെ BMS ഉൾപ്പെടെയുള്ള സംഘടനകളാണ്. ആ BMSന്റെ സംഘടനാ സമ്മേളനത്തിൽ BMS RSS നേതാക്കളോടൊപ്പം വേദി പങ്കിട്ട് അവിടെ പ്രസംഗിച്ചതിന് ശേഷമാണ് പാർലമെന്റിൽ ധവളപത്രത്തിനെതിരായി നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നഖശികാന്തം BJP എതിർത്ത് 10-20 മിനിറ്റ് നീണ്ടുന്ന പ്രസംഗം നടത്തി എന്നെക്കുറിച്ച് ആക്ഷേപിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ ഇടതടവില്ലാതെ ഭരണകക്ഷി ബെഞ്ചുകളിൽ നിന്ന് നിരന്തരം ആക്രമണമുണ്ടായി. എന്നോട് അവർ ചോദിച്ചു, നിങ്ങൾ LDFും UDFും എങ്ങനെ ഒരുമിക്കും? ഞാൻ പരസ്യമായി പറഞ്ഞു, LDFും UDFും ഞങ്ങൾ കേരളത്തിൽ ഭിന്നമായി മത്സരിക്കുന്നത് തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് BJPയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമാണ്, ആ കാര്യങ്ങൾ വ്യക്തമാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. പക്ഷേ നോക്കൂ, ഇടതു നേതാക്കൾ മാത്രമല്ല, ഇന്ന് INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ R ചന്ദ്രശേഖർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രേമചന്ദ്രന്റെ നിലപാട് UDFന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയം മൂർധന്യത്തിൽ നിൽക്കവെയാണ് NK പ്രേമചന്ദ്രൻ വിരുന്നിൽ പങ്കെടുത്തത്. അല്ല, അതിന് KPCC പ്രസിഡന്റും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ അംഗീകൃത രാഷ്ട്രീയ നേതൃത്വമാണ്. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനും ആ കാര്യത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ചന്ദ്രശേഖരന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അതിന് കോൺഗ്രസ്സുകാർ തന്നെ മറുപടി പറയും. അവരതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള സംശയത്തിനും ആശങ്കയ്ക്കും സ്ഥാനമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കൾച്ചറുണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്, ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയും പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയും കളഞ്ഞ് ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് പിന്നാലെ പോകാനായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രയോ അവസരങ്ങൾ മുന്നിൽ വന്നു എന്ന് നികേഷിന് അറിയാമല്ലോ. നികേഷ് പാർലമെൻ്ററി നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാലഘട്ടത്തിൽ 1999 അന്ന് ഒരു സീറ്റിനാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോകുന്നത്. അന്ന് 5 പാർലമെൻറ്റ് അംഗങ്ങളുണ്ട് RSPയെ സംബന്ധിച്ചിടത്തോളം. എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ഏതെല്ലാം ഭാഗത്ത് നടന്നു എന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. ശക്തമായ നിലപാട് എക്കാലവും മതേതര ജനാധിപത്യ മുന്നണി രാഷ്ട്രീയം, അതിനേക്കാൾ ഉപരിയായി ഇടതുപക്ഷ വർഗരാഷ്ട്രീയം, ജനപക്ഷ രാഷ്ട്രീയം, അതിനാണ് പ്രധാന പരിഗണന. അതോടൊപ്പം മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന പാരമ്പര്യമാണ്. അതാണ് എൻ്റെ ക്രെഡിബിലിറ്റി. നോക്കൂ ശ്രീ NK പ്രേമചന്ദ്രൻ, KN ബാലഗോപാൽ, നോക്കൂ ഇവിടെ വളരെ സംസ്ഥാന താല്പര്യത്തിനൊപ്പം പോലും താങ്കൾ നിൽക്കുന്നില്ല എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം ധനമന്ത്രി KN ബാലഗോപാൽ ഉന്നയിക്കുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. പാർലമെന്റിൽ NK പ്രേമചന്ദ്രൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും കേന്ദ്ര നിലപാടിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ളതാണ്. GSTയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ചോദ്യത്തെക്കുറിച്ച് അന്ന് തന്നെ KN ബാലഗോപാൽ വിശദീകരിച്ചിരുന്നല്ലോ. അതായത് IGST നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള താങ്കൾ ഉന്നയിച്ച ചോദ്യം, 750 കോടി രൂപ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള മന്ത്രിയുടെ മറുപടി, അക്കാര്യത്തിൽ KN ബാലഗോപാൽ പിന്നീട് നൽകിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലൊക്കെ തന്നെയും താങ്കൾ ഉറപ്പിക്കുന്നത് കേന്ദ്ര നിലപാടാണ്. ആ ചോദ്യം ഉന്നയിക്കുന്നതിലൂടെ താങ്കൾ ഉറപ്പിക്കുന്നത് കേന്ദ്ര നിലപാടാണ്. ഒരാവശ്യമില്ല. IGSTയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി പറഞ്ഞത് എന്താ? അതിൽ ബാലഗോപാലും സംസ്ഥാന ഗവൺമെൻറ്റും പ്രതിരോധത്തിലായി എന്നുള്ളത് ശരിയാണ്. അതിന് ഞങ്ങളാണ് ഉത്തരവാദി. സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ് GST കോമ്പൻസേഷൻ നൽകാൻ കഴിയാതെ പോയിട്ടുള്ളത്. സമർപ്പിച്ചാൽ അടുത്ത ദിവസം 24 മണിക്കൂറിനുള്ളിൽ എമൗണ്ട് ഡിസ്ബേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യത്തെ തുടർന്ന് വിവാദമായി മാറി വിഷയം. ഒരാഴ്ചക്കുള്ളിൽ അവർ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ കോമ്പൻസേഷൻ കിട്ടി. അപ്പോൾ എൻ്റെ ചോദ്യം സത്യത്തിൽ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് സഹായകരമായി തീർന്നു, അത് ദോഷകരമായി തീർന്നു? പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ന്യായീകരിക്കുന്ന ചുമതല, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ
അത് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ന്യായീകരിക്കേണ്ട ബാധ്യതയും ചുമതലയും ഞങ്ങൾക്കില്ല. സംസ്ഥാന ഗവൺമെൻറ് വീഴ്ചയുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ് വീഴ്ചയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റാണ്. അല്ലാതെ അത് ന്യായീകരിക്കുകയല്ല. കേരളത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ അതിൻ്റെയൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. IGS ഞങ്ങൾ 18 MP പോയി കണ്ടതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന വായ്പാ പരിധിയിൽ ഇളവ് വരുത്തിയില്ലെങ്കിൽ പോലും അത് അടയ്ക്കുന്നതും അതിൻ്റെ കണക്കാക്കുന്നതിന് വർഷങ്ങൾ ദീർഘിപ്പിച്ചു കൊടുത്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ സങ്കുചിതവും നിക്ഷിപ്തവുമായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നെ സംഘിവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ അജണ്ടയായി മുന്നോട്ട് വെക്കുന്നത്. അത് ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നികേഷ് ഓർമ്മയില്ലേ, ഞാൻ ജയിച്ചാൽ പാർലമെൻറ്റിൽ പോയാൽ മോദി അധികാരത്തിൽ വന്നാൽ അടുത്ത ദിവസം മന്ത്രിയായി പ്രേമചന്ദ്രനും BJPയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നു പറഞ്ഞ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഉത്തരവാദപ്പെട്ട നേതാക്കൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ട് 5 വർഷമായല്ലോ. എൻ്റെ ക്രെഡിബിലിറ്റി, എൻ്റെ ഇൻറ്റഗ്രിറ്റി, 5 വർഷത്തെ പാർലമെൻ്ററി റെക്കോർഡ്സ് നിങ്ങൾ പരിശോധിക്കണം. അതിനിശ്ചിതമായി എന്തിനേറെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ വിവാദപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ 3 മണിക്കൂർ ശേഷമുള്ള മൈനോറിറ്റീസിനോടുള്ള ഇൻജസ്റ്റിസ്, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ക്രോണിക് റാപ്പിറ്റിസം ഉൾപ്പെടെ ഈ ഗവൺമെൻറ് ചെയ്ത കൊള്ളരുതായ്മകളും UPA ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങളും കൃത്യതയോടുകൂടി വിശദീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം കൂടി. രാമക്ഷേത്ര നിർമ്മാണം അതായിരുന്നല്ലോ BJPയുടെ ഏറ്റവും വലിയ അജണ്ട. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ പാർലമെന്റിൽ ഒരു ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാ രാഷ്ട്രീയ സാധ്യതകളും BJP ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവസാനം ഒരു കില്ലർ ഇൻസ്റ്റിങ്ക്റ്റോടു കൂടി ബാക്കി എന്തൊക്കെ വിഷയങ്ങൾ എടുക്കും എന്ന് നോക്കിയാൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് NCPയുടെയും ശിവസേനയുടെയും ചിഹ്നം എടുത്തു കളഞ്ഞു. MP-മാർക്ക് ഇപ്പോൾ മറ്റു കാര്യങ്ങൾ വരുന്നതിനോടൊപ്പമാണ് താങ്കളടക്കമുള്ള MP-മാർക്ക് വിരുന്ന് നൽകി. അതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. വെച്ചാൽ പ്രധാനമന്ത്രി ഇതാ പ്രതിപക്ഷ MP-മാരുമായിട്ടൊക്കെ തന്നെയും വളരെ സൗഹാർദ്ദത്തോടു കൂടി പെരുമാറുന്നു എന്ന ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി അതിന് ഉപയോഗിക്കുകയല്ലേ താങ്കളെ? നല്ലൊരു തന്ത്രം എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു വിവിധ തരങ്ങളിലുള്ള PR എക്സസൈസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം അദ്ദേഹം MP-മാരുമായിട്ടൊക്കെ ഇടപഴകുന്നു, സഹകരിക്കുന്നു എന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ അതൊന്നും ഈ പറയുന്നത് പോലെ രാഷ്ട്രീയമായി ഒരു തരത്തിലുള്ള പ്രത്യാഘാതവും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്തിനാണ് വിളിക്കുന്നത് എന്ന് നമ്മളിവിടെ പറയുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കഥകടച്ചിരുന്നിട്ടല്ല സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിട്ടല്ല. പാർലമെൻറ്റ് സമ്മേളിച്ചു കൊണ്ടിരിക്കെ പാർലമെൻറ്റിൻ്റെ അവസാന ദിവസങ്ങളിൽ പ്രധാനമന്ത്രി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു കർട്ടസി കാളായി കരുതിയാണ് ഞാൻ അവിടെ ചെന്നത്. ആ കർട്ടസി കാളെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് അവസാനിക്കുകയാണ്, 17ാം ലോക്സഭ അവസാനിക്കുകയാണ്. 5 വർഷം ഒരുമിച്ച് പ്രവർത്തിച്ചു, കൊള്ളാം, പെർഫോമൻസ് കൊള്ളാം, അല്ലെങ്കിൽ നന്നായി എന്നൊക്കെ ഒരു പക്ഷേ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്നായിരിക്കും എന്നാണ് ഞാൻ ധരിച്ചത്. അവിടെ ചെന്നപ്പോൾ നേരെ അദ്ദേഹം ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ക്യാൻറ്റീനിൽ മേശയിട്ട് ഞങ്ങളെ ഇരിക്കാൻ പറയുന്നു. അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് അങ്ങയോട് എനിക്ക് രാഷ്ട്രീയമായിട്ടുള്ള നയപരമായ വിയോജിപ്പുണ്ട്, അതുകൊണ്ട് അങ്ങയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ എൻ്റെ രാഷ്ട്രീയ മര്യാദ അനുവാദിക്കാത്തത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചത്. നയപരമായ വിയോജിപ്പ് വേറെ, രാഷ്ട്രീയമായ വിയോജിപ്പ് വേറെ, രാഷ്ട്രീയ മര്യാദകൾ വേറെ. അതാണ് ഞാൻ ഇന്ന് രാവിലെയും സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഇഫ്താർ വിരുന്നുകളിൽ പോലും RSSൻ്റെയും BJPയുടെയും പ്രതിനിധികളെ ക്ഷണിച്ചിട്ടില്ലേ, അവർ പങ്കെടുത്തിട്ടില്ലേ? ഇതൊക്കെ ഇത്രയും നിസ്സാരമായിട്ടുള്ള ഒരു വിഷയത്തെ അവിടെയാണ് പ്രേമചന്ദ്രൻ ചോദ്യം ഉയരുന്നത്. കേരളത്തിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ നിന്നൊരാളുണ്ടായില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നാണെങ്കിൽ ശശി തരൂരിനെ പോലെ ഉള്ള ആളുകളെ പോലും ക്ഷണിച്ചിട്ടില്ല. അത് EP ജയരാജൻ ഉന്നയിച്ച വിഷയമാണ്. പിന്നെ താങ്കൾ പറഞ്ഞു ഉച്ചഭക്ഷണം കഴിച്ചത് ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമാണ് എന്നാണ്. അതിനെയും വിമർശിക്കുന്നുണ്ട് ഇടതുപക്ഷ നേതാക്കൾ. പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്നു ചിലർക്ക് എന്ന്. ഇതിനൊക്കെയാണ് മറുപടി വേണ്ടത്. അല്ലൊരു പുതിയ അനുഭവമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പുതിയ അനുഭവമായിരുന്നു. പ്രധാനമന്ത്രിയുമായി 45 മിനിറ്റ് നേരം സംസാരിക്കുക, അതൊരു പുതിയ അനുഭവമായിരുന്നു. എൻ്റെ നിഷ്കളങ്കമായ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്നും ഒരു രാഷ്ട്രീയ മാനവും നൽകേണ്ട. ശശി തരൂരിനല്ലോ, മനീഷ് വിളിച്ചില്ലല്ലോ, ബാക്കി എത്രയോ പേരെ വിളിച്ചില്ല.
8 പേരെ വിളിച്ച കൂട്ടത്തിൽ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെ വിളിക്കാത്തത് എന്തുകൊണ്ടെന്ന് ഞാനാണോ മറുപടി പറയേണ്ടത്? അതാണ് പറഞ്ഞത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം, LDF കൺവീനറൊക്കെ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ എത്രയോ, അതാണ് ഞാൻ പറഞ്ഞത്, നിതിൻ ഗഡ്കരിയെയും കുടുംബത്തെയും പിണറായി വിജയൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തി അത്താഴ വിരുന്ന് കൊടുത്താൽ അത്ഭുതപ്പെടാനില്ല. അതുപോലെ മറ്റ് വിവിധ ചടങ്ങുകളിലൊക്കെ അവരുടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അവരെയൊക്കെ ക്ഷണിക്കുകയും ചെയ്താൽ കുഴപ്പമില്ല. BMS സമ്മേളനത്തിൽ പോയി പങ്കെടുത്ത് അഭിവാദ്യം അർപ്പിക്കുന്നു. പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ BJPക്കെതിരായി പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ അവിടെ പോയി സംഘപരിവാർ സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുക, ഇറങ്ങി വന്നിട്ട് പാർലമെൻറ്റിൽ സംസാരിക്കുന്ന, ഇതിനെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എന്നെക്കുറിച്ച് ആക്ഷേപം പറയുക, ഞാൻ BJP പോകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ, എളമരം കരീമിന് സംശയമുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള LDF കൂടി ന്യായീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. LDF കൂടി, LDF UDF തമ്മിൽ ഗുസ്തി ദോസ്തിയായി നിൽക്കുന്നത് എന്ത് അപമാനകരമാണ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മറുപടിയാണ്, LDF UDF ഞങ്ങൾ അങ്ങനെ മത്സരിക്കുന്നത്, പരസ്പരം മത്സരിക്കുന്നത് നിങ്ങളെ കളത്തിന് പുറത്ത് കേരളത്തിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് മറുപടി പറഞ്ഞ എന്നെ സംഖ്യയായിട്ട് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തമാണ്. NK പ്രേമചന്ദ്രൻ, നന്ദി വിശദീകരിച്ചതിന്. ശ്രീ R ചന്ദ്രശേഖർ, INTUC സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ R ചന്ദ്രശേഖർ, NK പ്രേമചന്ദ്രന്റെ വിശദീകരണത്തിൽ തൃപ്തിയുണ്ടോ താങ്കൾക്ക്? അല്ല നികേഷേ, ഈ ചോദ്യങ്ങളും അദ്ദേഹം പറഞ്ഞ മറുപടിയും ഒന്നും അതിന് ഞാൻ ആ രാഷ്ട്രീയ വിഷയങ്ങളിൽ മറുപടി പറയേണ്ട ഒരാളല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. രാഷ്ട്രീയ വിഷയങ്ങൾ വേറെ, ട്രേഡ് യൂണിയൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വേറെ എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ജനിച്ച കാലം മുതൽ ഈ പ്രായം അല്ല, നോക്കൂ ശ്രീ ചന്ദ്രശേഖർ, അതായത് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ ശ്രീ NK പ്രേമേന്ദ്രനോട്, രാമക്ഷേത്ര നിർമ്മാണം, ഭാരതരത്നം, ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗിക്കുന്നത്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗവർണർമാരെ സാമ്പത്തികമായി ഞെരുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇവിടെ ട്രഷറി സ്തംഭിപ്പിക്കുക എന്ന ഗൂഢലക്ഷ്യം, അതൊക്കെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പറയുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നത്. ആ ഘട്ടത്തിലാണ് MP-മാർക്ക് ഒരു വിരുന്ന് നൽകി ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി പ്രധാനമന്ത്രി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ NK പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചതുപോലെ താഴത്തെ നിലയിൽ നിന്ന് ലിഫ്റ്റിൽ 1-ാം നിലയിലേക്ക് പോകുന്നു. അവിടെ ഒരു സാധാരണഗതിയിലുള്ള ഉച്ചഭക്ഷണം നൽകുകയല്ല, അതിനപ്പുറത്തേക്ക് അത് മുഴുവൻ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. അത് മുഴുവൻ അദ്ദേഹം തന്നെ X-ൽ ട്വീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സമയത്ത് നോക്കൂ, ഇങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഇല്ലായ്മ ചെയ്യുന്ന ഘട്ടത്തിൽ, ഇങ്ങനെ വർഗീയ അജണ്ട എടുക്കുന്ന സമയത്ത്, എതിർ സംസ്ഥാന സർക്കാരുകളെ വല്ലാത്ത രീതിയിൽ ഞെരുക്കുന്ന സമയത്ത്, അതൊന്നുമല്ല പ്രതിപക്ഷവുമായിട്ടൊക്കെ ഞാൻ വളരെ നല്ല അടുപ്പം പുലർത്തുന്ന ഒരാളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രീതിയിലൊരു തന്ത്രം, അതുതന്നെയാണ് NK പ്രേമചന്ദ്രനും ഉപയോഗിച്ച വാക്ക്, അതിന് നിന്നു കൊടുക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ വിളിച്ചിട്ടില്ല, CPM വിളിച്ചിട്ടില്ല, തൃണമൂൽ കോൺഗ്രസിനെ വിളിച്ചിട്ടില്ല, DMK വിളിച്ചിട്ടില്ല, ആരെയും വിളിച്ചിട്ടില്ല. പക്ഷേ ഈ വേലിപ്പുറത്ത് നിൽക്കുന്ന BJD വിളിച്ചിട്ടുണ്ട്, BSP വിളിച്ചിട്ടുണ്ട്, TDP വിളിച്ചിട്ടുണ്ട്, NK പ്രേമേന്ദ്രനെയും വിളിച്ചിട്ടുണ്ട്. അവിടെയാണ് രാഷ്ട്രീയമായ ദുരുദ്ദേശം NK പ്രേമേന്ദ്രൻ മനസ്സിലാക്കാതെ പോയോ എന്ന ചോദ്യം ഞാൻ താങ്കളിലേക്ക് ഉന്നയിക്കുന്നത്. അല്ല, ഈ പ്രത്യയശാസ്ത്രപരമായിട്ട് പ്രേമചന്ദ്രൻ്റെ നിലപാട് അദ്ദേഹം വളരെ അസന്നിഗ്ധമായി ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായം, ഈ പാർലമെൻറ്റ് അവസാനിക്കുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, ആ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഒരു ദേശവ്യാപകമായി വിശ്വാസമുള്ള, ഈ രാജ്യത്തെക്കുറിച്ച് വിശ്വാസമുള്ള, ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ കഴിയാത്ത നികൃഷ്ടമായ പ്രസംഗമായി പോയി. കോൺഗ്രസിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഇന്ന് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ പാർലമെൻറ്റിലോ നിയമസഭകളിലോ ഒരാൾ ഉന്നയിക്കാത്ത, ഈ രാജ്യത്തിൻ്റെ സകലവിധ നേട്ടങ്ങളെ അപമാനിച്ചുകൊണ്ട് നികൃഷ്ടമായൊരു പ്രസംഗം കോൺഗ്രസിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഒപ്പം അദ്ദേഹം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. പിന്നെ INTUCക്ക് ഇതിനകത്തുനിന്ന് ഒരു കാര്യമുള്ള കാര്യമല്ല കേട്ടോ, അത് നികേഷ് തെറ്റിദ്ധരിക്കേണ്ട. ട്രേഡ് യൂണിയൻ സംബന്ധമായി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, 2009 മുതൽ ഇന്ത്യയിലെ UPA 2ാം ഗവൺമെൻറ് വന്ന കാലം മുതൽ ഇന്ത്യ രാജ്യത്ത് ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്ന് മൻമോഹൻ സിംഗ് അടക്കമുള്ള, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുടെ
വ്യക്തമായ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ദേശീയ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്നും അനാവശ്യമായ രാഷ്ട്രീയ താല്പര്യമുള്ള സമരങ്ങൾ തുടരെ ഉണ്ടാകുന്നത് വല്ലാത്ത അപകടം ഈ രാജ്യത്ത് ഉണ്ടാക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ്. ഞാനതൊക്കെ പച്ചയായി അങ്ങ് പറയുന്നത്, ഞാൻ പച്ചയായി പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഐക്യത്തിൽ 2009 ഫോർജ് ചെയ്ത ആ ഐക്യത്തിൽ BMS ഉണ്ട്, അന്ന് UTUC ഉണ്ട്. ആ UTUCയും BMSും AITUCയും CITUം HMSും അതുപോലുള്ള ദേശീയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ചേർന്ന് ഉള്ള ഐക്യം ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ ഐക്യത്തിനകത്ത് UTUC ഇപ്പോഴും ഉണ്ട്. എൻ്റെ പ്രശ്നം, ഞാനിതിലൊക്കെ പരാമർശിക്കാനുള്ള കാരണം, കേരളത്തിലെ UTUC 2 മാസം മുമ്പ് ഒരു ദിവസം ഈ ട്രേഡ് യൂണിയനുകളുടെ ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. സ്വാഭാവികമായിട്ടും കേരള സംസ്ഥാനത്തെ ട്രേഡ് യൂണിയൻ ഐക്യത്തിൻ്റെ ചെയർമാൻ ഞാനാണ്. അത് ഒരു കോൺഗ്രസിന്റെ നിലപാടുകളുടെ ഭാഗമായിട്ടുണ്ടാക്കിയൊരു കോർഡിനേഷൻ, തൊഴിൽ സംഘടന ദേശീയ അടിസ്ഥാനത്തിൽ ഇന്നും ഈ സമയവും UTUC ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയിലുണ്ട്. കേരളത്തിലെ UTUC എന്തിൻ്റെ കാരണം പറഞ്ഞാണോ പിൻവലിച്ച CPMനെ കണ്ടുകൂടാത്തത് കൊണ്ടാണ് എങ്കിൽ അതൊരു രേഖാമൂലം ഒരു കത്ത് INTUC എന്നുള്ള നിലയിൽ നമുക്ക് തരേണ്ടതല്ലേ? അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇന്നലെ വരെ ഇരുന്നതല്ലേ? അങ്ങനെ ഒരു വാക്ക് പോലും പറയാതെ ആ ട്രേഡ് യൂണിയൻ ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ടും INTUCയുടെ ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും പങ്കെടുത്ത ഒരു യോഗത്തിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി 16 പാർലമെൻറ്റ് സീറ്റിൽ ഒരെണ്ണം INTUCയുടെ പ്രതിനിധികൾക്ക് ആർക്കെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വന്ന ചർച്ചയിലാണ് കൊല്ലത്ത് ഇങ്ങനെ ഒരു അട്ടിപ്പേറായിട്ട് ഒരു സംഘടനയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ, അതും കൂടി പരിഗണിക്കാമെന്നാണല്ലോ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കോലാഹലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് നികേഷേ, UTUC എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സംഘടനയാണ്. ആ കേന്ദ്ര സംഘടനയുടെ എല്ലാ ഘടകങ്ങളും ഐക്യ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ നിൽക്കുകയും കേരളത്തിലെ UTUC മാത്രം ഒരു രേഖാമൂലം ഒരു കത്ത് പോലും തരാതെ, ഒന്ന് എന്നോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ വേണ്ട, അതിൻ്റെ കൺവീനർക്ക് കൊടുക്കാം. KP രാജേന്ദ്രനാണ് കൺവീനർ, സെക്രട്ടറിയാണ് ഇളമരം കരീം, ഞാൻ ചെയർമാനാണ്. ആർക്കെങ്കിലും ഒരു കത്ത് രേഖാമൂലം എഴുതി കൊടുത്തിട്ട് ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾക്കിതിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തനത്തിൽ ദേശവ്യാപകമായുള്ള ഐക്യത്തിൽ നിന്ന് UTUC കേരളത്തിൽ മാത്രം പിറകോട്ട് പോകുമ്പോൾ അത് വ്യക്തിപരമായി പോലും എന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. UDFൻ്റെ കക്ഷിയായി നിൽക്കുമ്പോൾ ഈ സംഘടന എന്തുകൊണ്ട് ഇങ്ങനെ പുറത്തു പോകുന്നു? അത് INTUCയോടുള്ള നീരസമാണോ, വ്യക്തിപരമായി എന്നോടുള്ള വിഷമമാണോ, എന്താണ് അവരുടെ അവിടെ ഒരു സംഘർഷം ആ നിലയിലുണ്ട്. ഏതായാലും കൊല്ലം ലോക്സഭാ സീറ്റിനെ ചുറ്റിപ്പറ്റി ആയിരിക്കാം ഈ പറയുന്ന സംഘർഷം. ഏതായാലും INTUC, അതായത് R ചന്ദ്രശേഖർ, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊല്ലം സീറ്റിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സീറ്റ് INTUC ആവശ്യപ്പെടുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഇന്ന് RSPയെ ചൊടിപ്പിക്കും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ RSPയുടെ തൊഴിൽ സംഘടനയായിട്ടുള്ള UTUC ഇപ്പോൾ താങ്കളിൽ നിന്ന് INTUCയിൽ നിന്ന് അകലുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നോക്കൂ, ഈ പ്രേമചന്ദ്രൻ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ തള്ളിക്കളഞ്ഞോളൂ. നോക്കൂ, എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുമ്പോൾ, പക്ഷേ ഇവിടെ ശ്രീ R ചന്ദ്രശേഖർ, സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരു വിഷയം പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയായി കേരളത്തിൽ മാറുക? ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം അവിടെ വേണം. ആ രാഷ്ട്രീയമായ ലക്ഷ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ട്. NK പ്രേമേന്ദ്രനെ ഒരു സംഖ്യയാക്കാൻ സ്വാഭാവികമായും CPM ശ്രമിക്കും. പക്ഷേ അവിടെ എന്താ പ്രശ്നം? ആരാണ് ഈ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയുടെ തുടക്കക്കാരൻ എന്നുള്ളതാണ്. എളമരം കരീം ആണോ സാധാരണഗതിയിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ആദ്യം അഭിപ്രായം പറയുന്നയാൾ? താങ്കളും എളമരം കരീമും തമ്മിലുള്ളൊരു ഇക്വേഷൻ, INTUCയുടെയും CITUവിൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ടുപേർ. ഈ ഇക്വേഷൻ്റെ പുറത്ത് താങ്കൾക്ക് വേണ്ടിയാണോ എളമരം കരീം ഈ കോൺട്രവേഴ്സി തുടങ്ങിയത്? അല്ല, കോൺട്രവേഴ്സി തുടങ്ങിയത് ഞാനീ പറഞ്ഞ വിഷയം ഇന്നലെ തുടങ്ങിയതല്ല. 2 മാസം മുമ്പ് UTUC പിൻവലിച്ചു പോകുന്നു. അതിനുള്ള കാരണം CPMന് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു രേഖാമൂലം അവരുടെ ആവലാതി എന്താണ്, അവരുടെ നിലപാട് എന്താണ് എന്ന് ഈ സംവിധാനത്തെ ഒന്ന് അറിയിക്കണ്ടേ? സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ? ആൾ ഇന്ത്യ ലെവലിൽ ദേശവ്യാപകമുള്ള അതൊരു വിഷയമാണ്. UTUCയുടെ ആ പറയുന്ന രീതി സംഘടനാ രീതിയാണോ, സഹകരണം അവസാനിപ്പിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദ, ഇതൊക്കെ എനിക്ക് മനസ്സിലായി. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്,
ഇപ്പോ സംഭവിച്ചിരിക്കുന്ന പിന്നെ- കോൺട്രവേഴ്സി പിന്നെ ഇളമരം കരീം എന്ന് പറഞ്ഞ അൺസീറ്റ് ആള് ചെയ്യാൻ ആ മണ്ഡലത്തിൽ താങ്കൾക്ക് ഓപ്പർച്യൂണിറ്റി ഒരുക്കാൻ ഇളമരം കരീമിന്റെ സഹായം താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? അതൊക്കെ ചുമ്മാ എഴുതാപ്പുറം വായിക്കാതെ ഞാൻ എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അതെന്നും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇളമരം കരീം ഞങ്ങളെല്ലാവരും AITUCയുടെ ജനറൽ സെക്രട്ടറി, STUവിൻ്റെ ഘടകകക്ഷി, UDFിൻ്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ വിശ്വാസമുള്ള STUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള ഇന്നലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് തൊഴിലാളി സംഘടനകൾ 2009 മുതൽ 14 വരെ ഒന്നിച്ചു നിന്നവരാണ്. അവരെ കൂടി ഈ തൊഴിലാളി സംഘടന ഐക്യത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അവർ കൂടി ഈ മോദി സർക്കാരിനെതിരായി പലപ്പോഴും കർശനമായ വിമർശനം ഉയർത്തുന്നുണ്ട്. അവർ കത്ത് കൊടുത്തത് വിശദീകരിച്ചുകൊണ്ടാണ് ഇന്നലെ ആ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് താങ്കളുടെ ആവശ്യമായിരുന്നു, അത് ഞാൻ അതിന് ഓപ്പർച്യൂണിറ്റി തന്നു, ആ സ്പേസ് താങ്കൾ ഉപയോഗിച്ചു. എൻ്റെ വിഷയമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ അത് ഒരിക്കൽ പറഞ്ഞതാണ്, താങ്കളുടെ കയ്യിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ്. രാമക്ഷേത്രം, ഭാരതരത്നം, ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കൽ, ഗവർണർമാർ, ഇങ്ങനെ എതിർ രാഷ്ട്രീയ ശക്തികളെ ആകെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടം, അതിൻ്റെ അവസാന നാളുകളിൽ അയ്യോ അതൊന്നും അല്ല കേട്ടോ സാഹചര്യം, ഇതാണ് സാഹചര്യം എന്ന് പറഞ്ഞ് ഈ വേലിപ്പുറത്ത് നിൽക്കുന്ന കക്ഷികൾക്കൊപ്പം NK പ്രേമചന്ദ്രനും നിന്നു കൊടുത്തത് പ്രേമചന്ദ്രൻ്റെ തന്നെ വാക്കിൽ തന്ത്രമാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയമായി വിമർശിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് INTUC, കോൺഗ്രസ് അതിനെ രാഷ്ട്രീയമായി വിമർശിക്കാത്തത്? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, UDFിൻ്റെ നേതാക്കന്മാർ അദ്ദേഹത്തെ പിന്തുണച്ച് വർത്തമാനം പറഞ്ഞു എന്നാണല്ലോ പ്രേമേന്ദ്രനോട് വ്യക്തമാക്കിയത്. ഞാനത് കണ്ടില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലോ INTUC പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്, ഈ അവസാന നാളുകളിലെ BJPയുടെ പ്രവർത്തനം, ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായ ശക്തിയാണ്, വക്താവാണ്, അതിൻ്റെ മുന്നണി പടയാളിയാണ് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹം കോൺഗ്രസിനെതിരെ നടത്തുന്ന ഹീനമായ പ്രവർത്തനങ്ങൾ, ഓരോ സംസ്ഥാനത്തും കോൺഗ്രസ് നേതാക്കന്മാരെ വേട്ടയാടുന്നത്, ഇങ്ങനെയുള്ള നിരവധി ഓരോ ദിവസവും ബേണിംഗ് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ, ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടി ആവർത്തി, പാർലമെൻറ്റിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത, ഞാൻ ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ്, വളരെ കാലമായി രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഈ രാജ്യം പടുത്തുയർത്തിയ കോൺഗ്രസിനെതിരായി നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിച്ച് അപഹസിച്ച് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ ഒരു പ്രധാനമന്ത്രി വിളിച്ച് ഒരു ആഹാരം കഴിക്കാനുള്ള സൗഹൃദത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതെൻ്റെ അഭിപ്രായം ഞാൻ പറയണ്ടേ? അഭിപ്രായം പറയുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമുള്ളത്, എന്ത് തന്ത്രമുള്ളത്? അതെന്തിനാ ഇളമരം കരീമിനെ പിടിക്കുന്നത്? ഇന്നലെ ഇളമരം കരീം പറഞ്ഞ അഭിപ്രായത്തെ 2 മാസത്തിന് മുമ്പ് അവരെടുത്ത നിലപാടിനെ കുറിച്ച് എനിക്ക് വർത്തമാനം പറഞ്ഞുകൂടെ? ഞാൻ എൻ്റെ നിലപാടല്ലേ പറയുന്നത്. UTUCയുടെ ഒരു ഔദാര്യത്തിലാണോ INTUC പ്രവർത്തിക്കുന്നത്? ഒരു കാലത്തും ആകരുത്. അങ്ങനെ ആകാനും ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മര്യാദകൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ, പിന്നെ കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞു, നികേഷ് ചോദിച്ചു. കൊല്ലം ജില്ലയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. KSU മുതൽ 15ാമത്തെ വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാൻ പിണറായി വിജയനെതിരെ സമരം ചെയ്യേണ്ടി വരുമ്പോൾ നിരന്തരമായി സമരം ചെയ്തിട്ടുണ്ട്. ഓരോ മീറ്റിങ്ങുകളിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിക്കെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ 12 പേർ മാത്രമുള്ള യോഗത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി. അതെൻ്റെ കടമയാണ്. മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഗവേണിംഗ് ബോഡിയിൽ അതിൻ്റെ നിയമാവലി അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിനെതിരെ 3 പരാതി കൊടുത്ത ആളാണ് ഞാൻ. അല്ലാതെ ഞാൻ അവരോടൊന്നും ഔദാര്യം കാണിക്കുന്ന ആളല്ല. ചന്ദ്രശേഖർ INTUCയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇടത് പിന്തുണയോടെ? അല്ല, അതൊക്കെ ഞാൻ എൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റി കൂടി 11 അംഗ ഉത്തരവാദിത്തപ്പെട്ട 11 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവർ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരാണ്. 3 പ്രാവശ്യം MLA ആയിരുന്ന PJ ജോയിയാണ് അതിൻ്റെ കൺവീനർ. അദ്ദേഹം പാർട്ടി നേതാക്കന്മാരുമായി, UDFിൻ്റെ നേതാക്കന്മാരുമായി സംസാരിക്കും. വ്യക്തമായ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്, സംസാരിക്കും. അത് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കുകയാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ
ഒരു മണ്ഡലത്തിലെ INTUC-ക്ക് എനിക്ക് തരണ്ട, എനിക്ക് വേണ്ട, അല്ലാതൊരു പ്രതിനിധിക്ക് കൊടുക്കണമെന്ന് മാത്രമാണ് INTUC ആവശ്യപ്പെടുന്നത്. അത് തെറ്റാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ കഴിയണം. കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന് INTUC-ക്ക് പാർലമെൻറ്റിൽ ഈ തൊഴിലാളി നിയമങ്ങൾ വലിച്ചു കീറി കളയുമ്പോൾ, ഇല്ലായ്മ ചെയ്യുമ്പോൾ, പൊതുമേഖല ഇല്ലാതാക്കുമ്പോൾ, സാമൂഹ്യ സുരക്ഷ ഇല്ലാതാക്കുമ്പോൾ വർത്തമാനം പറയാൻ പറ്റിയ ഒരു തൊഴിലാളി പ്രവർത്തകനെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പാർലമെന്റിൽ വിടണം. സ്വതന്ത്രമായി മത്സരിക്കുക എന്നത് അടക്കമുള്ള തീരുമാനം ഉണ്ടായേക്കാം. അത് തള്ളിക്കളയുന്നില്ല താങ്കൾ? അല്ല, അത് 14-ാം തീയതി പാർട്ടി നേതാക്കന്മാരുമായിട്ട് അവർ സംസാരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് യുക്തമായ നിലപാടെടുക്കാനായിട്ട് അധികാരപ്പെടുത്തിയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം അവസാനിച്ചത്. അതിൽ ഒതുങ്ങി നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാനത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഈ ഇന്നും ഇന്നലെയും തുടങ്ങിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊന്നും അല്ലിത്. INTUC-യുടെ ഭാഗമാണ്, ഞാൻ ഉണ്ടാക്കിയതല്ലിത്. മഹാരഥന്മാരുണ്ടാക്കിയ, കോൺഗ്രസ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അതെങ്ങനെ നിൽക്കണമെന്നുള്ളത് കോൺഗ്രസ്സാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴുള്ള ആളുകൾക്ക് തിരിച്ചറിവില്ലെങ്കിൽ അത് പരിശോധിച്ച് നോക്കണം. കോൺഗ്രസ്സാണ് INTUC എങ്ങനെ നിൽക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള, ഞാനല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റിയ ഒരാളിനെ INTUC-യുമായി ബന്ധപ്പെട്ട് ഒരാളിനെ ഈ ലോക്സഭയിലേക്ക് 16 INTUC സംസ്ഥാന പ്രസിഡന്റ് സഹകരിച്ചതിന് എനിക്ക് മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ട കുറച്ച് നേരമായി അവർ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, വിപക്ഷമുക്ത ഭാരത് എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷത്തെ ചവിട്ടിമെതിക്കുന്ന കാലത്ത് NDA ഇതര സംസ്ഥാനങ്ങളെ അധാർമികമായി സാമ്പത്തികമായി ഞെരുക്കി ബുദ്ധിമുട്ടിച്ച് അവരുടെ ട്രഷറി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന കാലത്ത്, ഏജൻസികൾ വിട്ട് നേതാക്കളെ ജയിലിലയക്കുമ്പോൾ, രാമക്ഷേത്ര അടക്കമുള്ള വർഗീയ അജണ്ട നടപ്പാക്കുമ്പോൾ യഥാർത്ഥത്തിൽ NK പ്രേമചന്ദ്രൻ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയുടെ ഇരയല്ലേ? ഞാൻ പ്രതിപക്ഷ പാർട്ടികളുമായിട്ടൊക്കെ നല്ല സഹകരണമാണ് എന്ന് കാണിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രത്തിൽ വീണുപോയതാണോ NK പ്രേമചന്ദ്രൻ? എന്ത് ദൗർഭാഗ്യകരമായിട്ടുള്ള ചർച്ചയാണിത്. ഒരുപക്ഷെ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന രീതിയിൽ ഉള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ചർച്ച എന്ന് ഇതിനെ വിശേഷിപ്പിക്കാനുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് താല്പര്യമുള്ള 8 MP-മാരുമായി പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചപ്പോൾ അവർ സൗഹാർദ്ദം പങ്കിട്ടു. അതിനുശേഷം അവർ പിരിഞ്ഞു. ഇതെന്തിനാണ് ഇത്ര വലിയ ചർച്ചയാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ഒരുപക്ഷെ കേരളത്തിന്റെ നിയമസഭയുടെ അന്തരീക്ഷം പോലെയല്ല നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ പറഞ്ഞല്ലോ, ആർ ചന്ദ്രശേഖരനുള്ള ചോദ്യത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാതിരുന്നത്. സാധാരണഗതിയിൽ പാർലമെന്റ് അംഗങ്ങൾ കക്ഷിഭേദമന്യേ പാർലമെന്റ് ക്യാൻറ്റീനിൽ ഇരിക്കാറുണ്ട്. നമ്മളൊക്കെ നേരിട്ട് കണ്ടതുമാണ്. പക്ഷേ ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു കൃത്യമായി ക്യാമറ ഫോളോ ചെയ്യുന്നു. അത് അദ്ദേഹം എക്സിൽ ട്വീറ്റ് ചെയ്യുന്നു. നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെന്റ് ക്യാൻറ്റീനിൽ നേരത്തെ പോയപ്പോഴും വാർത്തയായിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പോയപ്പോഴും അതിന്റെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലിലോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ല, അദ്ദേഹം നേരത്തെയും ഈ പുതിയ പാർലമെന്റ് ക്യാൻറ്റീനിലാണത്. പഴയ പാർലമെന്റ് ക്യാൻറ്റീനിൽ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം പോയിട്ടുണ്ട്. അവിടെയുള്ള ആളുകളുമായി അദ്ദേഹം കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോകളൊക്കെ നേരത്തെയും പുറത്തു വന്നിട്ടുള്ളത്. നമ്മുടെ പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ തന്നെ ഭാഗമായിട്ട് അത് ചിത്രീകരിക്കപ്പെടും. അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വരും. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റും അങ്ങനെയാണ്, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ്. അവരുടെ അത്തരം പ്രവൃത്തികൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോകും. അതങ്ങനെയാണ് പതിവ്. അത് സ്വാഭാവികം മാത്രമാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കളുമായിട്ട് ആശയവിനിമയങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എത്രയോ കാലമായി നടന്നു വരുന്ന ഒരു പ്രക്രിയ മാത്രമല്ലേ. അത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വളരെ നിരന്തരമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നെഹ്റുവിനെ നിരന്തരമായി വിമർശിച്ചിരുന്ന ആളായിരുന്നു സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി. പക്ഷെ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലായിരുന്നു എന്ന് വാജ്പേയി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയാം. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ നിന്ന് നെഹ്റുവിന്റെ ചിത്രം നീക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അദ്ദേഹം അത് വീണ്ടും അവിടെ വെക്കാൻ വേണ്ടി ആജ്ഞാപിച്ചതിനെ കുറിച്ചൊക്കെ വാജ്പേയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബന്ധം തുടർന്നു പോരുന്ന ഒരു പാരമ്പര്യം ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയും അത് ചെയ്യുന്നുണ്ട്. ശ്രീ പ്രേമേന്ദ്രന്റെ തന്നെ കുടുംബത്തിലെ വിവാഹ ചടങ്ങില്, അല്ലെങ്കിൽ വിവാഹ ചടങ്ങിലല്ല, അദ്ദേഹത്തിന്റെ അതിന്റെ റിസപ്ഷനിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അതൊക്കെ വ്യക്തിബന്ധങ്ങളാണ്. അത്തരം വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ കൂടി തീർച്ചയായും അത് വേണം. ഭാഗമാണ്. കാര്യത്തിൽ തർക്കമില്ല. അത് പക്ഷേ ഉണ്ടാകുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? പാർലമെന്റിനകത്തും ആയതുകൊണ്ടും ഒപ്പം തന്നെ ഞാൻ പറയട്ടെ, പ്രത്യേകിച്ച് വലിയ നിലയിലുള്ള അല്ല. അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞാൻ, ഘട്ടത്തിലാണ് ഇക്കാര്യത്തിൽ വിവാദം ഉണ്ടായത്. വിവാദത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അത് പ്രാഥമികമായി വിശദീകരിച്ചു കഴിഞ്ഞു. അല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാം. എല്ലാവരും ഒന്ന് ഉൾപ്പെടുത്തട്ടെ സന്ദീപ്. അല്ല, ഒരു സെക്കൻഡ്, ഒരു കാര്യം കൂടി, ഒരു രസകരമായ ഒരു കാര്യം കൂടി. അല്ല, രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, ഈ 2003 ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ശ്രീ എബി ബർദനെയും അതുപോലെ ഹർകിഷൻ സിംഗ് സുർജിത്തിനെയും വൈകുന്നേരത്തെ ചായ കുടിക്കാൻ ക്ഷണിക്കുകയും അവിടെ വെച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചില തീരുമാനങ്ങൾ ഇടതുപക്ഷത്തെ കൊണ്ട് എടുപ്പിക്കുകയും ചെയ്തു എന്നാണ് ദ വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ആ സമയത്ത് അമേരിക്കയുടെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സൈന്യത്തെ ഇറാഖിലേക്ക് അയക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷത്തോട് സമരം ചെയ്യാൻ ആവശ്യപ്പെട്ടു അടൽ ബിഹാരി വാജ്പേയി. എനിക്കറിയില്ല, ദ വീക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് അന്ന് കേൾക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തെ കൊണ്ടൊരു സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇതാ നോക്കൂ, നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം വലിയ തോതിൽ എതിർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അമേരിക്കൻ സമ്മർദ്ദത്തെ മറികടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി, അതിൽ വിജയിച്ചു എന്നതാണ് പറയുന്നത്. ഇതൊക്കെ രാജ്യത്ത് സ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഭരണപക്ഷത്ത് ഇരിക്കുന്ന നേതാക്കന്മാരും പ്രതിപക്ഷത്തെ നേതാക്കന്മാരും പ്രധാനമന്ത്രിമാരും ധാരാളം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. സംഖ്യയാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. ഇതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പരിസരം ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും, അത് എത്ര കൊച്ചു കുഞ്ഞാണെങ്കിലും, ഈ പ്രേമചന്ദ്രൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ 1% പോലും അവർക്ക് ബോധ്യപ്പെടില്ല. എന്തുകൊണ്ട്? എന്താണ് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സമീപകാലത്തായിട്ട് അത് എങ്ങനെയാണ് കരുത്താർജിച്ചത്? നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടുകളും നടത്തുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരാളായിട്ടാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ഭാരതരത്ന കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കർപ്പൂരി താക്കൂറിന് കൊടുക്കുന്നത് എന്തിനാ? അത് നിതീഷ് കുമാറിനെ കുപ്പിയിലാക്കാനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? ചരൺ സിംഗിന് പുരസ്കാരം നൽകുന്നത് എന്തിനാ? കൊച്ചുമകന് ഉപയോഗിച്ചുകൊണ്ട് RLDയെ കൂടെ നിർത്താൻ വേണ്ടിയല്ലേ? ഇങ്ങനെ സാമാന്യഗതിയിൽ ഒരാളും ആലോചിക്കാത്ത നിരക്ക് എല്ലാ സ്ഥാപനങ്ങളെയും, ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇതുപോലെ നിർലജ്ജമായി രാഷ്ട്രീയ ഉപകരണമായിട്ട് ഉപയോഗിച്ച പ്രധാനമന്ത്രി പറയാറുള്ളത് EDയെ, അതുപോലെ തന്നെ CBIയെ, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ, അങ്ങനെ നമ്മുടെ രാജ്യത്ത് എല്ലാ ചെറിയ പ്രതിപക്ഷ പാർട്ടികളെയും സാമധാന ഭേദ ദണ്ഡമുറകൾ ഏതെങ്കിലും ഒന്നല്ല, ഇപ്പോൾ അവസാനത്തെ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സാമാണെന്ന് മാത്രമേ ഉള്ളൂ, സാമധാന ഭേദ ദണ്ഡമുറകൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി. ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ആരെ വിളിച്ചിരിക്കുന്നത്? TDP, BJD, അതുപോലെ BSP. എന്താ അവരുടെ യോഗ്യത ഇന്ത്യയിൽ അറിയാത്തതാണോ? ഇവിടെ BJPയുടെ ഭാഗമായി നിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്ന പാർട്ടികളല്ലേ ഈ പാർട്ടികൾ. അതിൻ്റെ കൂടെ എങ്ങനെയാണ് പ്രേമേന്ദ്രൻ RSP വരുന്നത്? അത് ആലോചിക്കാനാവില്ല ആർക്കും. അപ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ബാന്ധവം ആരംഭിക്കുന്നതിൻ്റെ ആദ്യപടി എന്താ? വിരുന്നുകളാണ് ഇത് ആരംഭിക്കുന്നത്. ഇവിടെ വളരെ ബോധപൂർവമാണ് ഇന്ത്യൻ രാഷ്ട്രീയ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നമ്മുടെ ക്രിസ്തീയ ആളുകളുമായിട്ടുള്ള ബന്ധം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ആർക്കറിയാത്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ ഡൽഹിയിൽ ദേവാലയങ്ങൾ പോയെന്തിനാ? ക്രിസ്ത്യാനികളുള്ള സ്നേഹം കൊണ്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് BJP എല്ലാവരെയും തങ്ങളുടെ പരിധിയിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് പാർലമെന്റിന്റെ ലാസ്റ്റ് സമ്മേളനത്തിന്റെ സമയത്ത് പ്രധാനമന്ത്രി 8 MPമാരെ വിളിക്കുന്നത് വളരെ യാദൃച്ഛികമായിട്ട് ആണ് എന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക? അദ്ദേഹത്തിന് മകന്റെയോ മകളുടെയോ കല്യാണം ക്ഷണിക്കുന്നു, നമുക്ക് മനസ്സിലാവും. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാർഗരേഖ വെച്ചുകൊണ്ട് ആളുകൾ ക്ഷണിക്കുന്നു, മനസ്സിലാവും. എന്നാൽ ഇവിടെ വേലിപ്പുറത്ത് കേൾക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാരെ പ്രത്യേകമായി വിളിച്ചിട്ട് അവരുമായിട്ട് 3/4 മണിക്കൂർ ചർച്ച ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ മെച്ചപ്പെട്ട മറ്റൊരു അനുഭവമില്ല, ഇത് എന്നെ പുളകിതനാക്കിയിരിക്കുന്നു, രോമാഞ്ച കഞ്ചുകിതനാക്കിയിരിക്കുന്നു എന്നെല്ലാം പ്രേമേന്ദ്രനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ, ഇപ്പോൾ ഒരു രാഷ്ട്രീയ മുന്നണിയിലേക്ക് പോകുമ്പോൾ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആർക്കും പോയിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ. മെല്ലെ മെല്ലെ അടുത്തടുത്ത് ഒരു ദിവസം രാവിലെ പോവുകയാണ്. ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ പാർലമെന്ററി അനുഭവം എന്താ? അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യവും BJP ഗവൺമെന്റിനെ അലോസരപ്പെടുത്തിയിട്ടില്ല, നരേന്ദ്രമോദിയെ അലോസരപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ ചോദ്യത്തിലും സംഭാഷണത്തിലും അലോസരപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് കേരളത്തിലെ LDFനെയാണ്. അക്കാര്യത്തിൽ 1ാം സ്ഥാനം പ്രേമേന്ദ്രൻ തന്നെയാണ്. ആർക്കറിയായിരിക്കുന്നത്? കേരളത്തിലെ ഗവൺമെന്റിനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട MP പ്രേമേന്ദ്രനല്ലേ?
ശ്രീ ഷാഫി ചാലിയം, എന്താണ് പ്രകാശ് മാസ്റ്റർക്കുള്ള ഡിഫൻസ്? അല്ല, കേരളത്തിൽ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. ആ കൊല്ലത്തെ മുസ്ലിം സമൂഹത്തിന്റെ 95% പിന്തുണ സ്ഥിരമായി പ്രേമചന്ദ്രനുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിന്റെ ശക്തമായ മതനിരപേക്ഷ നിലപാടുകളാണ്. കഴിഞ്ഞ തവണ 2019 കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പ്രൈം മിനിസ്റ്റർ വന്നതുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലുള്ള CPM-ന്റെ നേതാക്കൾ, തോമസ് അവരൊക്കെ എന്താ പറഞ്ഞത്? പ്രേമചന്ദ്രന് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം BJP ചെയ്യും. എല്ലാ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ആഫീസിൽ വരെ ഇവർ പോയി. എന്നിട്ട് എന്താ സംഭവിച്ചത്? പ്രേമചന്ദ്രൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജയിച്ചു. ഇപ്പോഴും അവർക്ക് എന്താണ്? ഈ സംഖ്യയൊക്കെ ആക്ഷേപിക്കുകയാണ്. കേരളത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും UDF-നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ട്രസ്റ്റിയായ ഒരു നേതാവാണ് ഞങ്ങൾക്ക് പ്രേമചന്ദ്രൻ. ഒരു പ്രശ്നവും ആ കാര്യത്തിലില്ല. പിന്നെ പ്രേമചന്ദ്രനെ വിളിച്ചു. ഈ പ്രകാശൻ മാഷ് പറഞ്ഞ പോലെ ഞങ്ങളങ്ങനെ 8 ഇന്ന പാർട്ടിയുടെ ആളുകളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്, നിങ്ങളും പോരി എന്നാണോ ക്ഷണം? അല്ല. പ്രൈം മിനിസ്റ്ററുടെ പാർലമെന്റിന്റെ അകത്തുള്ള ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വരുന്നു, പ്രധാനമന്ത്രി കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു സെഷൻ അവസാനിക്കാൻ പോകുമ്പം പ്രൈം മിനിസ്റ്റർ ഒരു MP-യെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ എന്താ ചെയ്യാം? പോകും. പോയപ്പോൾ എന്താ ഉണ്ടായത്? പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയി നമുക്ക് സമദാനി ആണെങ്കിൽ, ET മുഹമ്മദ് ബഷീർ ആണെങ്കിൽ, വഹാബ് ആണെങ്കിലും പോകുമായിരുന്നു. പോകണം. എന്താ അത്ര വലിയ കുഴപ്പം? മാത്രമല്ല, അവിടെ വേറെ റിസൾട്ടായി. ഈ പാർലമെന്റ് ക്യാൻറ്റീനിൽ ആരുണ്ടറിയോ? നടരാജൻ എന്ന കോയമ്പത്തൂരിലെ CPM MP ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ നടരാജൻ മെല്ലെ പോയി നരേന്ദ്രമോദിന്റെ അടുത്ത് പോയിട്ട് ഒരു സെൽഫി എടുത്തു. ആ സെൽഫി എടുക്കുന്ന രംഗം ഒരു BJP MP ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. നമുക്കിപ്പോ BJP വന്നില്ലാത്തതുകൊണ്ട് ആ ഫോട്ടോ കിട്ടൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. P. രാജീവ് രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് എല്ലാ BJP അംഗങ്ങളും P. രാജീവിനെ അഭിനന്ദിച്ച് രാജ്യസഭയിൽ സംസാരിച്ചു. എന്താ ഇതിന് കാരണം? കുറെ കാലം രാജ്യസഭയിൽ ഇരുന്നൊരു വ്യക്തി, അയാൾ കാലാവധി കഴിഞ്ഞ് പോവുകയാണ്. ആ കാര്യത്തിൽ സന്ദീപ് ഷാഫി ചാലിയം, അത്തരം വ്യക്തിബന്ധങ്ങൾ, ഇപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ നമുക്ക് ബഹുമാനമുള്ള ആൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുന്നിൽ വരുമ്പോൾ ഒരു സെൽഫി എടുക്കുന്നത് പോലെയാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിന്റെ അവസാന നാളിൽ ഈ 8 പേരെ മാത്രമായി ക്ഷണിക്കുമ്പോൾ എന്താണ് ഞങ്ങളുടെ പ്രത്യേകത? NK പ്രേമചന്ദ്രൻ തന്നെ മനസ്സിലാക്കുന്നത് പാർലമെന്റിൽ മികച്ച പ്രകടനം നടത്തിയവരാണ് എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യ മുന്നണിയിൽ പാർലമെന്റിൽ മികച്ച പ്രകടനം നടത്തിയ എത്രയധികം ആളുകളുണ്ട്. ഇനി കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെയും വേറെ ആളുകളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെയാണ് നേരത്തെ CM പ്രകാശ് മാസ്റ്റർ പറഞ്ഞ പോലെ BJD, BSP, TDP ഈ 3 പാർട്ടികളും കൃത്യമായി BJPക്കൊപ്പം ഏത് ഘട്ടത്തിലും പോകാൻ നിൽക്കുകയോ അല്ലെങ്കിൽ BJPയെ പാർലമെന്റിൽ തുടർച്ചയായി സഹായിക്കുകയോ ചെയ്യുന്ന പാർട്ടി. അതിനൊപ്പമാണ് NK പ്രേമചന്ദ്രൻ വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം നോക്കൂ, താങ്കളുടെ തന്നെ അത് ഇതൊന്ന് പൂർത്തിയാക്കുമ്പോൾ താങ്കൾക്ക് അത് കൂടുതൽ വിശദീകരണം നൽകാനാകും. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു നന്ദി പ്രമേയ ചർച്ച നടന്നല്ലോ. സാധാരണഗതിയിൽ ET മുഹമ്മദ് ബഷീർ കോൺഗ്രസിനെ ഒന്നും വിമർശിക്കാൻ താല്പര്യം കാണിക്കാത്ത ആളാണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതല്ല വേണ്ടത് എന്നതുകൊണ്ടായിരിക്കും. പക്ഷേ അതിനിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ ഇന്നലെ ET മുഹമ്മദ് ബഷീർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലും പറയാതെ പോകുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും ആയിരിക്കും അതുണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് നിന്നുകൊടുക്കുന്നത്. നികേഷ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇനി ആവർത്തിക്കണോ? പ്രേമചന്ദ്രൻ ഇത് അറിയില്ല. അദ്ദേഹത്തിനൊരു കോള് വരുന്നു, ഇന്ന പാർട്ടികളെയാണ് വിളിക്കണേ എന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിലൊരു യുക്തിയും ന്യായവുമുണ്ട്. പ്രേമചന്ദ്രൻ അറിയുന്നില്ല, ഒന്നത്. ഇനി 2, നരേന്ദ്രമോദിക്ക് ആ ഭക്ഷണം ഉണ്ടല്ലോ, അത് പോയി. കാരണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വൈകുന്നേരം 5 മണിക്ക് ഈ ധവളപത്രത്തിനെതിരെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ നിരാകരണ പ്രമേയം കൊണ്ടുവരികയാണ്. ആ നിരാകരണ പ്രമേയത്തിൽ അതിശക്തമായി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കുകയാണ്, BJPക്കെതിരെ ആഞ്ഞടിക്കുകയാണ്, ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചതിനെ കുറിച്ച് ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ പ്രഹ്ലാദ് ജോഷി എഴുന്നേറ്റ് BJP അംഗങ്ങളും ഉടനീളം പ്രേമേന്ദ്രൻ തടസ്സപ്പെടുത്തുകയാണ്. ആ തടസ്സപ്പെടുത്തുന്ന രംഗമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. എന്ത് ഈ ഭക്ഷണം ഐപിഎസ്സുടെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്ത് മാറ്റാ പ്രേമേന്ദ്രൻ ഉണ്ടായത്? ആൺകുട്ടിയെ പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ആഞ്ഞടിക്കുന്ന പ്രേമേന്ദ്രനല്ല കണ്ടത്.
ഈ സെക്ഷൻ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള അബ്ദുൾ സമദ് സമദാനി, ഇ.ടി. മുഹമ്മദ് ബഷീർ, പ്രേമചന്ദ്രൻ, ഈ 3 പേരുടെ പെർഫോമൻസ് എന്തായിരുന്നു? സമദാനി സാഹിബൊക്കെ സംസാരിക്കണേ നമുക്കറിയാം, പക്ഷെ ഇത്ര വലിയൊരു ശരീരഭാഷയിൽ പൊട്ടിത്തെറിച്ച ഒരു സംസാരമാണ് ഉണ്ടായത്. കാരണം പ്രകാശ മാഷ് പറഞ്ഞതുപോലെ തന്നെ, കാരണം ഈ അവസാന സമയത്ത് BJP പുറത്തെടുക്കുന്ന ഏറ്റവും നെറികെട്ട രാഷ്ട്രീയം അതാണ്. പിന്നെ ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഈ കേരളത്തില് സുരേഷ് ഗോപിന്റെ കല്യാണത്തിന് ഈ പ്രൈം മിനിസ്റ്റർ വന്നപ്പം നമ്മളെ പിണറായി വിജയൻ എന്തിനാ പോയത് സ്വീകരിക്കാൻ? ഒരു സ്വകാര്യ ചടങ്ങിന് വരുമ്പോ പോകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ മോഡിയെ കണ്ടാൽ മുട്ട് വരയ്ക്കുന്ന പിണറായിയെ പോലെ അല്ല പ്രേമേന്ദ്രൻ, അയാൾ മനസ്സിലായിക്കൊള്ളു. അയാൾ എങ്ങനെ വീണാലും പൂച്ച വീണാലേ വീഴുള്ളൂ. ചെറിയൊരു പാർട്ടിയാണെങ്കിലും ജനങ്ങളുടെ അത്ര വിശ്വാസത ആർജിച്ചെടുത്ത കറകളഞ്ഞ ഒരു സെക്യുലർ ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇങ്ങനെ സംഖ്യയാക്കി ഈ പറ്റാത്തവരൊക്കെ ഇങ്ങനെ സംഖ്യയാക്കി ഇത് ഒരു ലൈനാ. ഇന്ന് ഇവർക്ക് സംഖ്യകളെ കൂടെ ഇരിക്കുക. ഏതെങ്കിലും CPM-ന്റെ മുഖ്യമന്ത്രിമാർ അച്യുത മേനോൻ വരെ ഇഫ്താർ പാർട്ടി നടത്തിയിട്ടുണ്ടോ? മതസമ്മേളനങ്ങളിൽ പോകാറുണ്ടോ? മത നേതാക്കളെ കാണാറുണ്ടോ? എന്താ അവിടെ പിണറായി ഇത് ചെയ്യാനുള്ള കാരണം? മോഡിയുടെ മറ്റൊരു രാഷ്ട്രീയം അത് അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ പ്രകാശം മാസ്റ്റർ നോക്കൂ, ഇവിടെ വിഷയം എന്താണ്? ഇപ്പോ NK പ്രേമചന്ദ്രനെ പിണറായി വിജയൻ പരാമർശിച്ച വാക്ക് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് NK പ്രേമചന്ദ്രന് എതിരെ മത്സരിപ്പിച്ചതാരാണ്? പൊളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി. അത് കഴിഞ്ഞതിന് ശേഷം ആ കാലഘട്ടത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാൽ. അതിശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തി എങ്ങനെയെങ്കിലും NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ, അവിടെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ NK പ്രേമചന്ദ്രനെതിരെ സമാനമായ BJP ബന്ധം ആക്ഷേപിച്ചു. കാരണം NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ച് ആ പരിപാടിക്ക് എത്തിച്ചതിന്. അപ്പോൾ ഇത് വീണ്ടും നേരത്തെ ഷാഫി ചാലിയം ചൂണ്ടിക്കാണിച്ച പോലെ മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ R ചന്ദ്രശേഖരനോട് ചോദിച്ചപ്പോൾ ഉദ്ദേശിക്കാത്ത പല വലിയ ഉത്തരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു സാധ്യതയായിട്ട് പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരും നാളുകളിൽ കാണാം. അപ്പോൾ എന്താണ് CM പ്രകാശം മാസ്റ്റർ NK പ്രേമചന്ദ്രനെ സംഖ്യയാക്കുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ചോദ്യത്തിലൂടെ വ്യക്തമല്ലേ? ഇതിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഇത്രയേറെ ആക്രമിക്കപ്പെട്ട മറ്റൊരു സന്ദർഭമില്ല. ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ കടന്നുള്ള ആക്രമണവും പൂജയും അതുപോലെ രാമനെ ഉപയോഗിച്ചുകൊണ്ട് മോദിയെ മേലയാക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങളും അതുപോലെ ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ട് ജാർഖണ്ഡ് നടത്തിയിരിക്കുന്ന നീക്കവും അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ പാസ്സാക്കിയിരിക്കുന്ന നിയമം അതിലെ ചട്ടങ്ങൾ കൊണ്ടുവരും തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ള മോഡിയുടെ പ്രഖ്യാപനമൊക്കെ എങ്ങനെയാണ് ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത രൂപത്തിൽ നരേന്ദ്രമോദി മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് എന്നുള്ളത് കാണുകയല്ലേ? എന്തുകൊണ്ടാണ് ലീഗിൻ്റെ ആളുകൾക്ക് അദ്ദേഹത്തോട് ഇത്തരം ഒരു മമത ഒരു കാരണവശാലും പുലർത്താൻ വേണ്ടി കഴിയാത്ത അന്തരീക്ഷം ഉണ്ടാവുന്നത്? അത് വെറുതെയല്ല. അദ്ദേഹം ഈ അവസാന കാലത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന തനി മതഭ്രാന്തനായ തനി മതവർഗീയവാദിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികളാണ്. ആ ചെയ്തികളുടെ മധ്യത്തിൽ ഇവിടെ എന്നെ വിളിച്ചാൽ ഞാൻ പോകണമെന്ന് എങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നത്? ഞാൻ ചോദിക്കട്ടെ, ലീഗിൻ്റെ ഏതെങ്കിലും MP വിളിച്ചാൽ അവർ പോകുമെന്ന് പ്രേമേന്ദ്രൻ വിചാരിക്കുന്നുണ്ടോ? UDF വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ വിചാരിക്കുന്നില്ല പോകാൻ കഴിയുന്നത്. അത്രമാത്രം ഗുരുതരമായ കാര്യങ്ങളിലാണല്ലോ അത് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഒരു അല്ല, അത് ഷാഫി ചാലിന്റെ മാത്രം അഭിപ്രായമായിരിക്കും. ഇവിടെ നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യം പരിശോധിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാൾക്കും അദ്ദേഹം വിളിക്കുന്ന ഒരു വിരുന്നിൽ പങ്കെടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ, അങ്ങനെയാണോ? ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരായിട്ട് എത്ര ആളുകളുണ്ട് ഈ കേരളത്തിൽ? നേരത്തെ ഇപ്പോൾ രാജീവിന് അനുകൂലമായിട്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതെപ്പോഴാ? രാജീവിനെ മികച്ച പാർലമെന്ററിയനായി തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്ന വേളയിലാണ്, മറ്റേതൊരു അവസരത്തിലല്ല. ഇവിടെയും ഉണ്ടായിരിക്കുന്ന എന്താ? ഇവിടെ വേലിപ്പുറത്തിരിക്കുന്ന പാർട്ടികളെ ഒടുവിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ അതെ റിട്ടയർമെന്റ് സമയത്ത് വിളിക്കുന്നു, എന്നിട്ട് 3/4 മണിക്കൂർ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ഇതുപോലെ ചർച്ച നടന്നു. ഇനി ചർച്ച നടന്നിരിക്കട്ടെ, അല്ലെ? ചർച്ച നടന്നിരിക്കട്ടെ. ഇത്ര ഊഷ്മളമായ രോമാഞ്ചജനകമായ ജനാധിപത്യവാദിയാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചർച്ച വേറെ ഉണ്ടായിട്ടില്ല.
എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അഭിമാനത്തോടെയല്ലേ അദ്ദേഹം ആ ചർച്ചയെ സംബന്ധിച്ച് പറഞ്ഞത്. ആരല്ലേ വിളിച്ചിരിക്കുന്നത്? ചർച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ, വിളിച്ചിരിക്കുന്നത് വേലിപ്പുറത്തുള്ളവരെയാണ്. അതിനുശേഷമാണല്ലോ അദ്ദേഹം പറയുന്നത് രോമാഞ്ചജനകമായ ചർച്ച. അപ്പൊ ജനാധിപത്യപരമായ ചർച്ച അതിങ്ങനെ പറയാൻ കഴിയുന്നത്? ഇവിടെ എപ്പോഴും മറ്റു മുന്നണിയിലേക്കുള്ള കടക്കത്തോടെ ഇങ്ങനെയാണ്. അല്ല, മറ്റു മുന്നണിയിലേക്കുള്ള ഇതേത് ഞാൻ പൂർത്തിയാക്കി. ഞാൻ പറയുന്നത് മറ്റ് മുന്നണിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് എന്ന് BJP പറയുന്നത് NK പ്രേമചന്ദ്രനിലൂടെയാണോ എന്നാണ്. നോക്കൂ, 2014 വരെ 9 തെരഞ്ഞെടുപ്പുകളിൽ, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ NK പ്രേമചന്ദ്രൻ LDFനൊപ്പമായിരുന്നു. പിന്നീട് 2014, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്ന് മത്സരിച്ചു. ഇനിയിപ്പോൾ 2024 BJPയുടെ കൂടി സ്ഥാനാർത്ഥിയായിട്ടാണോ NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത്? ഒരു സെക്കൻഡ് ഷാഫി, എന്റെ സമയം ഷാഫി. അതെ നികേഷേ, നരേന്ദ്രമോദിക്ക് മൂന്നാമതും രാജ്യത്ത് അധികാരത്തിൽ വരാൻ, ഒരു 400 സീറ്റിലധികം ജയിച്ചു വരാൻ, ഏതെങ്കിലും MP-മാരെ പാർലമെന്റ് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ചായ വാങ്ങിക്കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെന്ന് രാഷ്ട്രീയമായിട്ട് അല്പമെങ്കിലും ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു നികൃഷ്ടമായിട്ടുള്ള ആരോപണമാണത്. ഇത് പറയുന്ന ആളുകൾക്ക് ഒരു നാണമില്ലെങ്കിലും കേൾക്കുന്ന ആളുകൾക്ക് ഒരു നാണം വേണ്ട. ഇങ്ങനെ നിലവാരം കുറഞ്ഞ രീതിയിലാണ് പറയുന്നത്. പാർലമെന്റ് ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ചായ കൊടുത്തിട്ടാണോ പാർട്ടിയിലേക്ക് ആളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ മുന്നണിയിലേക്ക് ആളെ വിളിക്കുന്നത്? ഈ വാജ്പേയി കൊടുത്ത എത്ര ചായ നിങ്ങൾ ബർദാനും സുർജിത്തും കുടിച്ചിട്ടുണ്ട്? എല്ലാ ദിവസവും നിങ്ങൾ, ഞാൻ ചോദിച്ചു, VP സിംഗിന്റെ സർക്കാരിനെ നമ്മൾ ഒരുമിച്ച് പിന്തുണച്ച സമയത്ത് എല്ലാ ദിവസവും വൈകിട്ട് ചായ കുടിച്ച് നിങ്ങൾ എവിടെയാ? ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളെ സുർജിത്തിന്റെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ സുർജിത്തും ബർദാനും ചേർന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. ഇതല്ലേ പതിവുണ്ടായിരുന്നത്? വാജ്പേയിയുടെ വീട്ടിലായിരുന്നില്ല നിങ്ങളുണ്ടായിരുന്നത്? അവിടെ ആയിരുന്നില്ലേ പൊറുതി ഉണ്ടായിരുന്നത്? എന്തേ അല്ല, VPS അല്ല വീടുകളിലും ഉണ്ടായിട്ടുണ്ടെന്നേ. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഇപ്പൊ മോദിയെ എങ്ങനെ അസ്പൃശ്യത കലർത്തി മാറ്റിയത് എത്ര കാലം കഴിയും? ഇവിടെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കൊച്ചിയിൽ നിന്ന് യാത്ര അയച്ച സമയത്ത് തൊട്ട് പുറകിൽ ഞാനിരിക്കുന്നുണ്ട്. ഞാനും അദ്ദേഹം ഒരുമിച്ചുണ്ടായിരുന്നു. പ്രധാനമന്ത്രി യാത്ര അയച്ച ചടങ്ങിൽ എയർപോർട്ടിലുണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിലൊരു അസ്പൃശ്യത കലർത്തി മോദിയെ മാറ്റി നിർത്താൻ കഴിയില്ല. നിങ്ങൾ 100 MP-മാർ ഇവിടുന്ന് കത്തയച്ചല്ലോ ഒബാമയ്ക്ക്. എന്തുണ്ടായത്? വിസ കൊടുക്കരുത്, വിസ. ഇതൊക്കെ നാണക്കേടാണ് ഈ ജനാധിപത്യത്തിന് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത്. പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം വിളിച്ചു, ചെന്നു, ചായ കുടിച്ചു, പിരിഞ്ഞു. അതിലപ്പുറം എന്താ ഇതിനുള്ളത്? ഇനി BJP-യിലേക്ക് ആളെ വിളിക്കാനാണെങ്കിൽ BJP-യിലേക്ക് ആളെ കൊണ്ടുവരാൻ അതിന് ഞങ്ങൾക്ക് വേറെ മെക്കാനിസം ഉണ്ട്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിന് ഈ പരിപാടിയുടെ ആവശ്യമില്ല. ചായ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേറെ രീതിയിലുള്ള മെക്കാനിസവും രാഷ്ട്രീയ നിലപാടുകളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജയിക്കുമെന്ന് ഏത് കുട്ടിക്കും അറിയാം. പിന്നെ എന്തിനാണ് 1, 2, 3 MP-മാരെ കൊണ്ടുപോയി കാണിക്കുന്നത്? ഒരു കാര്യം കൂടി പറയട്ടെ, നീഷ്, ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഇവിടെ ഷാഫി ചാലിരിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്. അല്ല നികേഷ്, എന്നോട് പറയും, ഷാഫി ചാലി ഇരിക്കുന്നുണ്ട്. ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയെ പറ്റി നടക്കുന്ന ഒരു ചർച്ചയിൽ നിങ്ങൾ ഈ ഹെഡിങ് നിശ്ചയിക്കുന്നത് മൂരി എന്ന വിശേഷം, കാരണം സൈബർ ലോകത്ത് ലീഗുകാരെ അങ്ങനെയാണ് കളിയാക്കി വിളിക്കുന്നത്. കോൺഗ്രസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കൊങ്ങി എന്ന് പ്രയോഗിക്കോ? CPM-മാരെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ കമ്മി എന്ന് പ്രയോഗിക്കോ? നികേഷിനെ പോലെ ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ, നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത് നിങ്ങളുടെ ചാനലിന്റെ നിലവാരം എന്താണെന്നുള്ളത്. ഒരു ഹെഡിങ് നിശ്ചയിക്കുന്ന സമയത്ത് നിങ്ങൾ മാന്യതയോട് കൂടിയിട്ടുള്ള ഹെഡിങ് നിശ്ചയിക്കണം. വളരെ മോശമാണ്. നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത്, ഞാനല്ല നിശ്ചയിക്കേണ്ടത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശം നിങ്ങളുടേതാണ്. പക്ഷേ ഇത്തരത്തിൽ വളരെ തരംതാണ രീതിയിൽ സൈബർ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചർച്ചയുടെ ഹെഡിങ് നിശ്ചയിക്കുന്നത്, ആ നിങ്ങളുടെ ചാനലിന്റെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെയും നിലവാരം അത് നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വിട്ടിരിക്കുകയാണ്. വിളിക്കുന്നത് പോലെ തന്നെയാണ് സംഘി എന്ന് വിളിക്കുന്നത്. അത് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു തുറന്ന ചർച്ചയുമാണ്. നോക്കാം. ഷാഫി പൂർത്തിയാക്കൂ. അതെ, അതായത് 17ാം ലോക്സഭയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ പ്രേമചന്ദ്രൻ പുരസ്കാരം കിട്ടിയ വേറെ MP ഇല്ല. ഞാൻ തെളിയിച്ചുതരാം. പിന്നെ പ്രകാശ് മാഷോട് ചോദിച്ചു, പാർലമെന്റേറിയന്മാരാണെങ്കിൽ കേരളത്തിൽ എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ വർക്കല രാധാകൃഷ്ണൻ എന്ന CPM-മാരനായ നിയമജ്ഞനായ മനുഷ്യന്റെ പേരിൽ ആ വർക്കല രാധാകൃഷ്ണൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച MLA മുസ്ലിം ലീഗിന്റെ KNA ഖാദറായിരുന്നു. ബാക്കി എന്താ 139 പേർ മോശക്കാരായതുകൊണ്ടാ? ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ആളുകളാണ്. ആ പ്രേമചന്ദ്രനെ പോലെ ഇത്രയധികം പുരസ്കാരങ്ങളും പിന്നെ പെർഫോമൻസും കേരളത്തിലെ നമ്പർ 1 റേറ്റിംഗിൽ നിൽക്കുന്ന പ്രേമചന്ദ്രൻ. എന്തത്ര സംശയം? ഞങ്ങൾക്കതിൽ യാതൊരു സംശയമില്ല. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ചോറും ചായയും കുടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊളിറ്റിക്സുമായി നിങ്ങൾ കൂട്ടിക്കെട്ടരുത്. ഇപ്പൊ നാളെ പിണറായി വിജയൻ ഡോക്ടർ MK മുനീറിനെ പിണറായി വിജയന്റെ ഓഫീസിൽ വിളിക്കുകയാണ്. MLA ഒന്ന് കാണാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ വിളിച്ചത്? പോകൂലേ? നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞ് ചായ കുടിച്ചാൽ എന്താ പ്രശ്നം? പിണറായി വിജയൻ MK മുനീറിനെ വിളിച്ചാൽ MK മുനീർ പോവുമായിരിക്കും.
പക്ഷേ നരേന്ദ്രമോദി വിളിച്ചാൽ ഇ ടി മുഹമ്മദ് ബഷീർ പോവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് ഒന്നുങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടടുത്ത് എതിർക്കണം. അത് ഈശോ, ഇതിന്റെ കുഴപ്പമുള്ളത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? എന്ത് ചർച്ചയാണിത്? ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ ഒരു എം പിക്ക് പല നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ലാന്ന് എത്തിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? സന്ദീപ്, ഞാനത് പറയട്ടെ. ഒരു എം പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് ഷാഫി, ഒരു സെക്കൻഡ് നിങ്ങൾക്ക് അദ്ദേഹത്തെ വെറുക്കാം. അല്ലല്ല, നിങ്ങൾക്ക് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അല്ല, ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് അദ്ദേഹത്തെ വെറുക്കാം, നിങ്ങൾക്ക് അദ്ദേഹത്തെ വെറുക്കാം, എതിർക്കാം. പക്ഷേ അല്ല ഒരു സെക്കൻഡ്, അത് ശരിയല്ല. എനിക്ക് ആവശ്യം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഒക്കെ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? മറുപടി പറയട്ടെ. അല്ലാണ്ട് പ്രധാനമന്ത്രി പോകേണ്ടതല്ലേ? ഏത് നിലവാരത്തിലേക്കാണ് ഈ രാജ്യത്ത് രാഷ്ട്രീയം നിൽക്കുന്നത്? എനിക്ക് ഷാഫി ചാലിയത്ത് അല്ല, ഏത് നിലവാരത്തിലേക്കാണ് രാജ്യത്ത് രാഷ്ട്രീയം എന്താണ് പറയാൻ അറിയണം. ഞാനത് പറയട്ടെ. ഞാൻ ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് എം പി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പി ആയിട്ട് പ്രവർത്തിച്ച ആളാണ്. വാജ്പേയി പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് പല കാരണങ്ങളത്തിലും പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് പോകേണ്ടി വരും. കാരണം ഒരു എം പിക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാട്ടിലെ നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് പല കാര്യങ്ങൾക്കും പ്രൈം മിനിസ്റ്റർ ഓഫീസിനെ ഒരു എം പിക്ക് സമീപിക്കേണ്ടി വരും. ഒരു പ്രൈം മിനിസ്റ്റർ കാലഘട്ടത്തിലല്ല, ഇബ്രാഹിം സുലൈമാൻ സേഠൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലെ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ളത് നരേന്ദ്രമോദി ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ മണിക്കൂറുകളിൽ ജീവിക്കുന്നതാണ് നമ്മളെന്നാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ, നിങ്ങളുടെ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ പറയട്ടെ, നികേഷ് ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെ മുഴുവനും പ്രൈം മിനിസ്റ്ററായ മോഡി വിളിച്ചു. കോൺഗ്രസിന്റെയും മറ്റു ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി പോയില്ല. ഈ പിണറായി വിജയൻ പോയി. അന്ന് എവിടെയായിരുന്നു നിങ്ങള്? അന്ന് ഷാഫി ചാലിയത്തിന്റെ പാർട്ടിക്കാർ കൂടി ആലോചിക്കട്ടെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അതിനകത്ത് കക്ഷിയല്ല. എനിക്ക് താങ്കളുടെ ഉത്തരം മാത്രമല്ല. നമ്മൾക്ക് അദ്ദേഹത്തിന് ആ ചോറ് പോയി നരേന്ദ്രമോദിക്ക്. കാരണം എന്താ? 5 മണിക്ക് നരേന്ദ്രമോദിക്ക് വയറ് നിറച്ച് പ്രേമേന്ദ്രൻ കൊടുത്തു. അപ്പം ആ സൽക്കാരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വളരെ നന്ദി ഷാഫി ചാലിയം. ഒപ്പം തന്നെ NK പ്രേമേന്ദ്രൻ, M പ്രകാശ് മാസ്റ്റർ, സന്ദീപ് വാര്യർ, R ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് നന്ദി.